2001 ജൂൺ 1 വെള്ളിയാഴ്ച. അന്നത്തെ രാത്രിക്ക് വല്ലാത്ത ഒരു ഇരുട്ടുണ്ടായിരുന്നു. വല്ലാതെ പേടിപ്പെടുത്തുന്ന കട്ട പിടിച്ച കൂരിരുട്ട്. മാസത്തിലെ 2 വെള്ളിയാഴ്ച കുടുംബാംഗങ്ങളെല്ലാം അത്താഴ വിരുന്നിനായി ഒത്തുകൂടുന്ന പതിവ് ആ രാജകൊട്ടാരത്തിലുണ്ടായിരുന്നു. അന്നും പതിവ് പോലെ അത്താഴ വിരുന്ന് നടക്കുകയായിരുന്നു. അതിനിടയിലാണ് വെടിവയ്പും കൂട്ടക്കൊലയും അരങ്ങേറിയത്. ഇനിയാണ് കൂട്ടക്കൊലയുടെ തുടക്കം. വിരുന്നു തുടങ്ങി 3/4 മണിക്കൂറിന് ശേഷം പെട്ടെന്ന് മുറിയിലേക്ക് പോയ ദീപേന്ദ്ര തിരിച്ചെത്തിയത് കമാൻഡോ വേഷമണിഞ്ഞ് 2 കൈകളിലും റൈഫിളുകളുമായിട്ടായിരുന്നു. ഹാളിലെത്തിയ അദ്ദേഹം പിതാവ് ബീരേന്ദ്ര രാജാവിനെ നോക്കി നിന്ന ശേഷം തോക്ക് ചൂണ്ടി നിറയൊഴിച്ചു. വെടിയേറ്റ രാജാവ് മകനെ ഒന്ന് നോക്കിയ ശേഷം "നീ എന്താണ് ചെയ്തത്" എന്ന ചോദ്യത്തോടെ മരിച്ചു വീണു. പിന്നെ തുടരെ വെടിശബ്ദങ്ങൾ. ഒരിടവേളയ്ക്ക് ശേഷം നേപ്പാളിന്റെ ഭരണവും രാഷ്ട്രീയവും വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണല്ലോ. നേപ്പാളിൽ അവസാനിച്ച രാജഭരണം തിരികെ കൊണ്ടുവരണമെന്നാവശ്യപ്പെടുന്ന ഒരു വിചിത്രമായ പ്രക്ഷോഭം ഏതാനും മാസം മുൻപാണ് അരങ്ങേറിയത്. രാജഭരണം തിരിച്ചെത്തിച്ച് നേപ്പാളിനെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അന്ന് ഒരു കൂട്ടം ആളുകൾ തെരുവിലിറങ്ങിയത്. മാർച്ച് 28-നായിരുന്നു കേൾക്കുന്നവർക്ക് വിചിത്രമെന്ന് തോന്നുന്ന ഈ ഒരു പ്രക്ഷോഭം. കാരണം ലോകത്തെ മറ്റു ശക്തികളെല്ലാം രാജഭരണത്തെ പുറത്താക്കുമ്പോൾ ഇവിടെ ഒരു കൂട്ടം അതേ രാജഭരണം തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു. 2.5 നൂറ്റാണ്ടോളം നീണ്ട രാജഭരണം അവസാനിച്ച് നേപ്പാൾ ജനാധിപത്യത്തിലേക്ക് പിച്ചുവെച്ചിട്ട് 1.5 പതിറ്റാണ്ട് മാത്രമേ ആയിട്ടുള്ളൂ എന്നുകൂടി ഓർക്കണം. അപ്പോഴാണ് രാജഭരണം തിരികെ വരണമെന്നും ജ്ഞാനേന്ദ്ര രാജാവ് തിരികെ അധികാരത്തിൽ കയറി രാജ്യത്തെ രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ഒരു വിഭാഗം തെരുവിലിറങ്ങിയത്. കാര്യമെന്തായാലും ഈ സമരത്തിന് വലിയ ആയുസ്സും കാര്യമായ ഇമ്പാക്റ്റും ഒന്നും ഉണ്ടായില്ല എങ്കിലും 6 മാസത്തിനിപ്പുറം നടന്ന ജെൻസിയുടെ ആവേശോജ്വല സമരം നേപ്പാളിന്റെ ഭരണത്തെ തന്നെ ഉലച്ചതും താഴെയിട്ടതും പിൽക്കാല ചരിത്രം. പക്ഷേ അപ്പോഴും രാജഭരണം എന്ന മുറവിളി ഇപ്പോഴും ഉയരുന്നുണ്ടോ എന്ന് നോക്കണം. ഏതാണ്ട് 24 കൊല്ലം മുൻപാണ് നേപ്പാളിന്റെ 240 കൊല്ലം നീണ്ട രാജവാഴ്ചയ്ക്ക് വിരാമം വിടുന്ന തരത്തിലുള്ള സംഭവബഹുലമായ ആ രാത്രി പിറന്നത്. ആ ഒരു വെള്ളിയാഴ്ച പുലർന്നത് നേപ്പാളിനെ നടുക്കിക്കൊണ്ടായിരുന്നു. അവരുടെ രാജാവും കുടുംബവും കൂട്ടക്കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. കിരീടാവകാശി ഗുരുതരമായ പരിക്കുകളുടെ കോമാവസ്ഥയിൽ ആശുപത്രിയിൽ. അന്ന് ആ രാജകൊട്ടാരത്തിലുണ്ടായിരുന്ന കുടുംബാംഗങ്ങളിൽ 4 പേർ മാത്രം രക്ഷപ്പെട്ടു. ബാക്കി 9 പേരെയും വെടിവെച്ച് കൊലപ്പെടുത്തി. കിരീടാവകാശി ദീപേന്ദ്ര ബിർ ബിക്രം ഷാ ദേവ് മാതാപിതാക്കളും സഹോദരങ്ങളും പിതൃസഹോദരന്റെ കുടുംബവും അടക്കം എല്ലാവരെയും കൂട്ടക്കൊല ചെയ്ത് സ്വയം വെടിവെച്ചുവെന്നും കോമയിലായ ദീപേന്ദ്ര 3 ദിവസങ്ങൾക്ക് ശേഷം മരിച്ചു എന്നുമായിരുന്നു കൂട്ടക്കൊലയ്ക്കൊടുവിൽ പുറത്തുവന്ന നിഗമനങ്ങളും റിപ്പോർട്ടുകളും. പക്ഷേ ഇതും പൂർണ്ണമായി വിശ്വസിക്കാത്ത ആളുകളും നേപ്പാളിലുണ്ടായിരുന്നു. കൊല നടത്തിയത് അധികാരത്തിന് വേണ്ടി മറ്റാരോ ആണ് എന്നും നിഗമനങ്ങളുണ്ടായി. കാര്യമെന്തായാലും 2.5 പതിറ്റാണ്ട് തികയാറാകുമ്പോഴും 9 പേരെ കൊലപ്പെടുത്തിയ 4 പേരെ പരിക്കേൽപ്പിച്ച ആ വെടിവയ്പിന്റെ കാരണവും പിന്നാമ്പുറ കഥകളും ഇന്നും ദുരൂഹമായി തന്നെ തുടരുകയാണ്. വെടിവയ്പിന് ശേഷം കോമയിലായി എങ്കിലും പാരമ്പര്യപ്രകാരം കിരീടാവകാശിയായ ദീപേന്ദ്രയെ രാജാവായി പ്രഖ്യാപിച്ചു. പക്ഷേ പ്രഖ്യാപനം നടന്ന 2-ാം ദിവസം അദ്ദേഹവും മരിച്ചു. ഇതോടെ ദീപേന്ദ്രയുടെ പിതാവായ രാജാവായിരുന്ന ബീരേന്ദ്ര ബിർ ബിക്രം ഷാ ദേവിന്റെ സഹോദരൻ ജ്ഞാനേന്ദ്ര ബിർ ബിക്രം ഷാ ദേവ് ആദ്യ 3 ദിവസത്തേക്ക് റീജന്റായി നിയമിതനാകുകയും പിന്നാലെ ദീപേന്ദ്രയുടെ മരണത്തിന് പിന്നാലെ നേപ്പാളിന്റെ രാജസിംഹാസനത്തിൽ ഏറുകയും ചെയ്തു. ഇത് നേപ്പാളിന്റെ രാജഭരണത്തിന്റെ അവസാനത്തിന് ആക്കം കൂട്ടി. ബീരേന്ദ്രയുടെ ജനവിശ്വാസവും പിന്തുണയും ജ്ഞാനേന്ദ്രയ്ക്ക് ലഭിച്ചില്ല. ജ്ഞാനേന്ദ്രയുടെ രാജവാഴ്ചയ്ക്ക് ജനങ്ങളുടെ അംഗീകാരം നഷ്ടപ്പെട്ടു. സിംഹാസനത്തിലേറിയ ജ്ഞാനേന്ദ്രയ്ക്ക് ജനപിന്തുണയില്ലാതെ അധികകാലം രാജഭരണം നടത്താനായില്ല. 2008-ൽ അദ്ദേഹത്തിന് സ്ഥാനമൊഴിയേണ്ടി വന്നു. ഏതാണ്ട് 240 വർഷത്തെ രാജഭരണത്തിന് ശേഷം നേപ്പാൾ ജനാധിപത്യത്തിലേക്കുള്ള യാത്ര തുടങ്ങിയത് അവിടെ നിന്നായിരുന്നു. വൈകാതെ നേപ്പാൾ ജനാധിപത്യത്തിലെത്തിയതും മതനിരപേക്ഷ റിപ്പബ്ലിക്കായതും ചരിത്രം. 2001 ജൂൺ 1 വെള്ളിയാഴ്ച. അന്നത്തെ രാത്രിക്ക് വല്ലാത്ത ഒരു ഇരുട്ടുണ്ടായിരുന്നു. വല്ലാതെ പേടിപ്പെടുത്തുന്ന കട്ട പിടിച്ച കൂരിരുട്ട്. മാസത്തിലെ 2 വെള്ളിയാഴ്ച കുടുംബാംഗങ്ങളെല്ലാം അത്താഴ വിരുന്നിനായി ഒത്തുകൂടുന്ന പതിവ് ആ രാജകൊട്ടാരത്തിലുണ്ടായിരുന്നു. അന്നും പതിവ് പോലെ അത്താഴ വിരുന്ന് നടക്കുകയായിരുന്നു. അതിനിടയിലാണ് വെടിവയ്പും കൂട്ടക്കൊലയും അരങ്ങേറിയത്. രാജാവ് ബീരേന്ദ്ര ബിർ ബിക്രം ഷാ ദേവ്, രാജ്ഞി ഐശ്വര്യ രാജലക്ഷ്മി ദേവി ഷാ,
അവരുടെ മക്കളായ കിരീടാവകാശി ദീപേന്ദ്ര ബിർ ബിക്രം ഷാദേവ്, ശ്രുതി റാണ രാജകുമാരി, രാജകുമാരൻ നിരഞ്ജൻ ബിർ ബിക്രം ഷാദേവ് എന്നിവർ വിരുന്നിലുണ്ടായിരുന്നു. രാജാവിന്റെ ഇളയ സഹോദരനും ഭാര്യയും 3 പെൺമക്കളും മരുമകനും രാജാവിന്റെ 3 സഹോദരിമാരും ഒരു സഹോദരി ഭർത്താവും രാജകുമാരി ശ്രുതിയുടെ ഭർത്താവും രാജാവിന്റെ 2 ബന്ധുക്കളും കൂടി അന്ന് അവിടെയുണ്ടായിരുന്നു. രാജാവിന്റെ നേരെ ഇളയ സഹോദരൻ ജ്ഞാനേന്ദ്ര ബിർ ബിക്രം ഷാ ദേവ് വിരുന്നിനെത്തിയില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും മകളും അവിടെ ഉണ്ടായിരുന്നു. ഇനിയാണ് കൂട്ടക്കൊലയുടെ തുടക്കം. വിരുന്നു തുടങ്ങി 3/4 മണിക്കൂറിന് ശേഷം പെട്ടെന്ന് മുറിയിലേക്ക് പോയ ദീപേന്ദ്ര തിരിച്ചെത്തിയത് കമാൻഡോ വേഷമണിഞ്ഞ് 2 കൈകളിലും റൈഫിളുകളുമായിട്ടായിരുന്നു. ഹാളിലെത്തിയ അദ്ദേഹം പിതാവ് ബീരേന്ദ്ര രാജാവിനെ നോക്കി നിന്ന ശേഷം തോക്ക് ചൂണ്ടി നിറയൊഴിച്ചു. വെടിയേറ്റ രാജാവ് മകനെ ഒന്ന് നോക്കിയ ശേഷം നീ എന്താണ് ചെയ്തത് എന്ന ചോദ്യത്തോടെ മരിച്ചു വീണു. പിന്നെ തുടരെ വെടിശബ്ദങ്ങൾ. അമ്മയും സഹോദരങ്ങളും പിതാവിന്റെ സഹോദരങ്ങളും അവരുടെ ഭർത്താവും മക്കളും അടക്കം 9 പേർ മരിച്ചു വീണു. രാജാവിന്റെ നേരെ ഇളയ സഹോദരൻ ജ്ഞാനേന്ദ്രയുടെ ഭാര്യയും മക്കളും പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വെടിവയ്പ്പിന് പിന്നാലെ സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കാൻ ശ്രമിച്ച ദീപേന്ദ്ര അത്യാസന്ന നിലയിൽ ആശുപത്രിയിലായി. 3 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷം ജൂൺ 4-ന് ദീപേന്ദ്രയും മരിച്ചു. ഇതാണ് പുറത്തു വന്ന കൂട്ടക്കൊലയെക്കുറിച്ചുള്ള ചിത്രം. പക്ഷേ അപ്പോഴും ഈ കൊലപാതകത്തിന്റെ കാരണം ഈ 2.5 പതിറ്റാണ്ടിനിപ്പുറവും ഇന്നും അജ്ഞാതമാണ്. ദീപേന്ദ്രയല്ല തന്റെ പിതാവിനെയും കുടുംബത്തെയും കൊന്നത് എന്ന് വിശ്വസിക്കുന്നവർ നേപ്പാളിൽ ഇന്നുമുണ്ട്. ജ്ഞാനേന്ദ്രയ്ക്ക് ജനാംഗീകാരം ലഭിക്കാതിരുന്നതിന് പിന്നിലും കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. അധികാരത്തിന് വേണ്ടി ജ്ഞാനേന്ദ്രയാണ് സഹോദരൻ ബീരേന്ദ്രയെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയത് എന്ന് വാദിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗവും ഇന്നുമുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് ജ്ഞാനേന്ദ്രയുടെ കുടുംബം മാത്രം കാര്യമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് എന്ന സ്വാഭാവിക സംശയവും പലർക്കുമുണ്ട്. കൂട്ടക്കൊലയെ ചൂഴ്ന്നു നിൽക്കുന്ന ദുരൂഹതയും നാടകീയതയും ഇന്നും ചുരുളഴിയാത്ത രഹസ്യമായി തുടരുന്നു. കൂട്ടക്കൊലയുടെ യഥാർത്ഥ കാരണം ഇന്നും ആർക്കും അറിയില്ല. കഥകളും ഊഹാപോഹങ്ങളും ഒരുപോലെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. എല്ലാവരുമായും സൗമ്യമായി ഇടപെട്ടിരുന്ന ദീപേന്ദ്ര അച്ഛന്റെ പാത പിന്തുടർന്ന് ഇംഗ്ലണ്ടിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ അഭ്യസ്തവിദ്യനായ ചെറുപ്പക്കാരൻ. സ്വാഭാവികമായും അടുത്ത രാജാവാകേണ്ടയാൾ അയാൾ ഇങ്ങനെയൊരു കൂട്ടക്കൊല നടത്തിയെന്നത് അദ്ദേഹത്തെ അറിയുന്ന ആരും ഇന്നും വിശ്വസിക്കില്ല. പക്ഷേ മാതാപിതാക്കളുടെ സ്നേഹവും ശ്രദ്ധയും ലഭിക്കാതെ വരുന്ന ഘട്ടങ്ങളിൽ ദീപേന്ദ്ര അസ്വസ്ഥനാകാറുണ്ടായിരുന്നുവെന്ന് കൊട്ടാരത്തോടടുത്ത വൃത്തങ്ങൾ പിന്നീട് പലപ്പോഴായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അയാൾ വല്ലാതെ ദേഷ്യപ്പെടാറുണ്ടായിരുന്നത്രേ. പക്ഷേ ഇതൊക്കെ ഇത്രയും വലിയ ഒരു കൂട്ടക്കൊലയിലേക്ക് നയിച്ചുവെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. രാജവാഴ്ചയിൽ നിന്ന് ഭരണഘടനാപരമായ രാജവാഴ്ചയിലേക്കുള്ള രാജ്യത്തിന്റെ മാറ്റത്തിൽ ദീപേന്ദ്ര അതൃപ്തനായിരുന്നുവെന്നും ഇതാണ് കൊലപാതകങ്ങളിലേക്ക് നയിച്ചത് എന്നുമുള്ള ഒരു വാദവും ഈ കൊലപാതകങ്ങളെ ചുറ്റിപ്പറ്റി അന്തരീക്ഷത്തിലുണ്ട്. ഇതിനെല്ലാം ഉപരി രാജകുമാരന്റെ പ്രണയവും വിവാഹവും കൊലപാതകങ്ങൾക്ക് കാരണമായെന്ന കൂട്ടക്കൊലയുടെ കാരണങ്ങൾക്ക് പിൻബലം നൽകുന്ന മറ്റൊരു ഊഹാപോഹവും ചുറ്റിക്കറങ്ങുന്നുണ്ട്. 35 വയസ്സ് വരെ ദീപേന്ദ്രയുടെ വിവാഹത്തിന് കൊട്ടാരം ജ്യോത്സ്യന്മാരുടെ വിലക്കുണ്ടായിരുന്നു. അതുവരെ ദീപേന്ദ്ര വിവാഹം കഴിക്കാനോ അച്ഛനാകാനോ പാടില്ല എന്നായിരുന്നു വിലക്ക്. ഇതേ തുടർന്ന് ദീപേന്ദ്രയുടെ വിവാഹത്തെ മാതാപിതാക്കൾ എതിർത്തു. ഇത് രാജകുമാരനെ ചൊടിപ്പിച്ചുവെന്നതാണ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ഒരു കഥ. നേപ്പാൾ മുൻ വിദേശകാര്യമന്ത്രി പശുപതി റാണിയുടെ മകൾ ദേവയാനി റാണിയുമായി ദീപേന്ദ്ര പ്രണയത്തിലായിരുന്നുവെന്നും ഇതിനെ അമ്മ മഹാറാണി എതിർത്തിരുന്നുവെന്നും ഒരു കഥയുണ്ട്. ദേവയാനിയെ മാത്രമേ വിവാഹം ചെയ്യൂ എന്ന് ദീപേന്ദ്രയും ശക്തമായി നിലപാടെടുത്തു. സ്വാഭാവികമായും അന്ന് ആ വെള്ളിയാഴ്ചത്തെ അത്താഴ വിരുന്നിലും പ്രണയം ചർച്ചാ വിഷയമായി. രാജകുടുംബത്തിൽപ്പെട്ട ഒരു രാജകുമാരിയെ വിവാഹം കഴിക്കണമെന്ന് ബീരേന്ദ്ര രാജാവും രാജ്ഞിയും ആവശ്യപ്പെട്ടു. എതിർപ്പ് രൂക്ഷമായതോടെ ദേവയാനിയെ താൻ രഹസ്യമായി വിവാഹം കഴിച്ചുവെന്ന് ദീപേന്ദ്ര വെളിപ്പെടുത്തിയെന്നും അമ്മ പറയുന്നയാളെ വിവാഹം ചെയ്തില്ലെങ്കിൽ ദീപേന്ദ്രയെ രാജാവാക്കില്ലെന്നും അനുജൻ നിരജനെ കിരീടാവകാശിയാക്കുമെന്നും മഹാരാജാവ് ഭീഷണിപ്പെടുത്തിയെന്നും പറയപ്പെടുന്നു. വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടെ മുറിയിൽ പോയി തോക്കുമായി എത്തിയ ദീപേന്ദ്ര കൂട്ടക്കൊല നടത്തുകയായിരുന്നുവെന്നാണ് ചിലർ പറയുന്നത്. അതേസമയം അധികാരത്തിനായി ബീരേന്ദ്ര രാജാവിന്റെ മകൻ ജ്ഞാനേന്ദ്രയാണ് കൂട്ടക്കൊല നടത്തിയത് എന്നും ഒരു കഥ പാറി നടക്കുന്നുണ്ട്. ബീരേന്ദ്ര രാജാവും മകൻ ദീപേന്ദ്രയും നേപ്പാളിൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്ഥാനമുള്ളവരായിരുന്നു. സഹോദരനെയും മക്കളെയും പിന്തുടർച്ചാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തുവെങ്കിൽ മാത്രമേ ജ്ഞാനേന്ദ്രയ്ക്ക് ആ സിംഹാസനത്തിൽ ഇരിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ജ്ഞാനേന്ദ്രയും മകൻ പരസ് രാജകുമാരനും ജനപ്രീതിയില്ലാത്തവരായിരുന്നു.
കൂട്ടക്കൊല നടന്ന ദിവസം ജ്ഞാനേന്ദ്ര പൊഖാറയിലായിരുന്നുവെന്നതും എല്ലാവരും കൊല്ലപ്പെട്ടപ്പോഴും ജ്ഞാനേന്ദ്രയുടെ കുടുംബത്തിലെ ആരും മരിക്കാതിരുന്നതും ഗൂഢാലോചനാ സിദ്ധാന്തത്തിന് ആക്കം കൂട്ടി. കൊലപാതകം നടത്തിയത് ജ്ഞാനേന്ദ്രയുടെ മകൻ പരസാണ് എന്ന് ദീപേന്ദ്രയുടെ അംഗരക്ഷകരിൽ ഒരാളായിരുന്ന ലാൽ ബഹാദൂർ മഗർ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ ജ്ഞാനേന്ദ്ര രാജാവായതും ജനാംഗീകാരമില്ലാതെ സ്ഥാനം വെച്ചൊഴിയേണ്ടി വന്നതും നേപ്പാൾ ജനാധിപത്യ റിപ്പബ്ലിക്കായതും ചരിത്രം. കൂട്ടക്കൊലയെക്കുറിച്ച് ചീഫ് ജസ്റ്റിസ് കേശവ് പ്രസാദ് ഉപാധ്യായ, സഭാ സ്പീക്കർ താരാനാഥ് റാണ ഭട്ട് എന്നിവരടങ്ങുന്ന രണ്ടംഗ സമിതി അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും വെടിവയ്പ്പിന് പിന്നിൽ ദീപേന്ദ്രയാണ് എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘവും എത്തിയത്. ദൃക്സാക്ഷികൾ, കൊട്ടാരം ഉദ്യോഗസ്ഥർ, കാവൽക്കാർ, ജീവനക്കാർ എന്നിവർ ഉൾപ്പെടെ 100-ലധികം പേരുടെ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. അന്വേഷണത്തെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ അന്നും ഇന്നും നേപ്പാളിലുണ്ട്. ഒരാഴ്ചക്കാലം മാത്രമാണ് അന്വേഷണം നടത്തിയെന്നതും റിപ്പോർട്ടിൽ സംശയം ദൂരീകരിക്കാൻ പോന്ന ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതും അന്വേഷണത്തിന് സഹായം വാഗ്ദാനം ചെയ്ത സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസിന്റെ സഹായം നിരസിച്ചതും സംശയങ്ങൾക്ക് ഇട നൽകി. മാത്രമല്ല, ടോക്സിക്കോളജി റിപ്പോർട്ടുകൾ, ബാലിസ്റ്റിക് റിപ്പോർട്ടുകൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ തുടങ്ങിയ വിശദാംശങ്ങളും ദീപേന്ദ്ര ആത്മഹത്യ ചെയ്തതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷേ നേപ്പാളിനകത്തും പുറത്തുമുള്ള പലരും ദീപേന്ദ്രയാണ് കുറ്റം ചെയ്തത് എന്ന് ഇന്നും വിശ്വസിച്ചിട്ടില്ല. കൂട്ടക്കൊല നടന്ന് 3 പതിറ്റാണ്ടിൽ ഏറെയായിട്ടും പല ചോദ്യങ്ങളും ഇന്നും ഉത്തരം കിട്ടാതെ കറങ്ങുന്നുണ്ട്.